എന്താണ് അവിടെ തൊഴിഞ്ഞിട്ടൊന്നും ആവണില്ല. ഇങ്ങോട്ട് തിരിച്ചേ സായാഹ്ന സന്ധ്യ ഉല്ലാസമാക്കാം ഗ്രീൻബർഗ് റിസോർട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ ഗ്രീൻബർഗ് റിസോർട്ടിലാട്ടോ അല്ലേ, ഇടുക്കി കൊളമാവില്. ഓക്കെ, നമ്മൾ കുറെ ദിവസമായി കരുതിയിരുന്നിട്ട് വരണല്ലേ. അപ്പൊ നമ്മളിന്ന് ഫാമിലി ആയിട്ട് മൊത്തം വന്നിട്ടില്ല, കുറച്ച് ആൾക്കാർ മിസ് ഉണ്ട്. ബിന്ദില്ല, ബാബുനമ്മല്ല, ഇപ്പല്ല, നമ്മള് ഇമ്മ രണ്ടനിയന്മാര്, പിന്നെ നമ്മള് അങ്ങനെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് സുബീക്കറ്റ് എത്തിക്കണേ, 5 മണിക്ക് എത്തിയിട്ടുണ്ട്, നേരത്തെ എത്തിക്കണേ. അപ്പൊ എന്നാലും ഇപ്പൊ കുളിച്ച് ഫ്രഷ് ആയി നമ്മള് ചാടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്ന് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പൊ അമ്മ വരി, അപ്പൊ നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് കണ്ടല്ലോ. ദിൽഷാന വേണം കണ്ടുള്ളൂ. അതിന്റെ ഗേറ്റിന്റെ അവിടെ എന്റെ അവിടെ തന്നെ ഏകദേശം ഇങ്ങോട്ട് എത്തണമെങ്കിൽ തന്നെ 1 കിലോമീറ്റർ അടുത്തുണ്ട്. എത്ര ഇതുണ്ടെന്നാ പറഞ്ഞത്? 70 ഏക്കറിന്റെ അടുത്ത്. 75 കണ്ടമാനം കാണാണ്ട്. ലോങ് വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫുള്ള് ഇഷ്ടപ്പെട്ട് കാണണ്ടേ. അത് നിങ്ങൾ ഫുള്ള് നമ്മൾ കാട്ടിത്തരാം കേട്ടോ. ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ കാട്ടിത്തരാം. അപ്പം നമ്മളതിൽ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പൊ ഗൈസ് എന്നാലും നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ട് കിടന്നില്ല. രാവിലെ തന്നെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. കോഫി. അപ്പൊ ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളെ റൂമിൽ എത്തിയിട്ടല്ലേ. അതെ, നമ്മളിപ്പോ ഇനിയിപ്പോ ചുറ്റുപാടൊക്കെ കറങ്ങി നടന്ന് കാണാനായിട്ടാണ് നമ്മൾ പോണത്. അതിൻ്റെ ഉള്ളിൽ നമ്മളെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചില്ല. നമ്മളിവിടെ എടുത്ത് 3 റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അല്ലേ. ഇവിടെ അടുപ്പിച്ച് നമ്മൾ 3 റൂമാണ് നമ്മൾ ആദ്യം കരുതിയിട്ട്. ട്രീ ഹൗസ് നമ്മൾ കരുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് ഉള്ളിൽ കുറച്ച് നടക്കാനുണ്ട്, കുറച്ചുകൂടെ. അപ്പം അങ്ങനെ ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇമ്മന്ന് അപ്പൊ എന്തായാലും ഗൈസ് ഞാൻ റൂം കാണിച്ചു തരാം. പിന്നെ മെയിനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ കാരണം ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞ് ഇല്ലാക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം എല്ലാവരും മറക്കരുത്, ബർത്ത്ഡേ നാളെയാണ്. എല്ലാവരും വിഷ് ചെയ്യുക. മറ്റേ പറഞ്ഞ വിഷയ സ്റ്റോറിടാ മറക്കരുത്. അപ്പൊ എന്തായാലും ഞാൻ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഒരേ റൂമാണ് കേട്ടോ കിട്ടിയുള്ളത്. ഞാൻ ബാബു പറഞ്ഞ പോലെ തന്നെ ട്രീ ഹൗസും പിന്നെ വേറൊരു ഒരു സംഭവം, നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു. രണ്ട് ഭാഗത്തായതുകൊണ്ട് എല്ലാവരും ഇവിടെ അങ്ങോട്ട് തെറിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എടുത്ത് നമുക്ക് ഇവിടെ ഒന്നിച്ചങ്ങാണ്ട് അങ്ങനെയാണ്ട് ഒരു വില്ല പോലെ അല്ലേ, ചെറിയൊരു വില്ല പോലെ അങ്ങനെ സെറ്റൊക്കെ എടുത്താണ്. അപ്പൊ ഇവിടെ ഒക്കെ കാണിച്ചു കൊടുക്കാമോ? മുന്നാര അള്ളിയെത്തിയിട്ടുണ്ട് ഇവിടെ. ഒരു ഫാനൊക്കെ ആയിട്ട് വരും. എവിടേക്ക് പോകുമ്പോ ഒരു ഫാൻ നിർബന്ധം. അത് എത്ര ഇതാണ് നമ്മളെ റൂം. മെച്ചിപ്പത്ത് മാറ്റുണ്ട്. പിന്നെ ടോയ്ലറ്റ് ആണിത്. നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് ആണ്. ഇങ്ങനെയാണ് ഫുള്ളായിട്ടുള്ള ഒരു വില്ലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഷാനുവിൻ്റെയും റൂം, ഇത് ഉമ്മച്ചിൻ്റെയും സീനുവിൻ്റെയും റൂം. ഉള്ളൊക്കെ ഒരേപോലെ തന്നെ ആയിട്ട് ഏകദേശം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇനി അടുത്തതായിട്ട് ഫാമൊക്കെ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. ഇതെല്ലാവരും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. റിസോർട്ട് ആയതുകൊണ്ട് ഓരോ സെക്ഷനിലാണ്. നിങ്ങളെ മല കയറി ഇപ്പം നേരെ ഫാമൊക്കെയാണ്. ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ട് തീരാനുള്ള എല്ലാട്ടോ ഉള്ളത്. ഞങ്ങളെ കൺഫ്യൂഷൻ അല്ല, അത് ഇപ്പൊ ഫുള്ളും തീരുമെന്നുള്ളത് തുടങ്ങിയിട്ടുള്ളൂ. ഫാമിൽ പോയട്ടെ എന്തൊക്കെ ഉള്ളത് നമുക്കറിയില്ലല്ലോ. ഈ ബാബു സ്റ്റെപ്പ് ഇറങ്ങണോണ്ട് എന്നെ പകുതി കാണില്ല തല. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് അവിടേക്ക് പോയേക്കാം. അവിടെ നടന്ന് നമ്മള് എന്താ ഇത് വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് എത്തുന്ന വരെ കാറിൽ വന്നു. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോണ നടന്നു കണ്ട്. അപ്പൊ എന്തായാലും പോയി നോക്കട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് പോയോക്കാട്ടാ. മുത്തുമണികളാ അവിടെ സാധാ കൈത, ഇവിടെ ഡോഗർ കൈത. 2 കൈതകളും ഇവിടെ ഉണ്ട്.
ബാബു ഷോട്ട് എടുത്തോ അതൊക്കെ എടുത്തോ. ആ ഉള്ളിൽ കയറാൻ പറ്റുമോ? നല്ല രസമുണ്ടല്ലേ. ഇതാണ് ഫാം ആട്ടൊക്കെ ഉണ്ട്. ഉമ്മച്ച അവിടെ തീർന്നിട്ടാ. ഇതാ ദിൽഷാന്റെ പോലത്തെ ഒന്നിനെ കാണാം. ഇവിടെ ചെരിഞ്ഞു കിടക്കണോ. ദിൽഫാൻ ചടിയിലുണ്ട്. പശുവിന് വയറ്റൊക്കെ തോന്നുന്നു. നിറച്ച് കുത്തിയേക്കരാം. മൊയിലിന്റെ എടുക്കത്തിട്ടോ എന്താ ഉസുള്ള മൊയിലല്ലേ. അതിനെ പിരാണ്ടാണോ പൊത്തിലൊന്നിരിക്കണോ? പൊത്തിലിരിക്കണൊക്കെ അട കൂട്ടാപ്പാ. വീഡിയോ കോൾ ചെയ്ത് കാട്ടിക്കൊടുത്താലാ. ബിന്ദിനെ വിളിക്കുന്ന പേരാണത്. ഹായ് 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 പൊട്ടിച്ചിനാടാ. വരുന്നുണ്ട്. ഷോട്ട് എടുത്തോ. കഴിഞ്ഞടോ കളിയൊക്കെ. അതാ കൊത്തി തിന്നണേ. നല്ല സോഫ്റ്റ് ഉള്ള സാധനാണ്. ഇതെന്താണ് ഈ വെള്ളം വിട്ട മാതിരി സൗണ്ട്? നമ്മൾ ചെറുതായിട്ടൊന്ന് പാളിയോ സംശയം. ഇതിന്റെ ഐഡിയ മനസ്സിലായത്. ഒരു മിനിറ്റ് നമ്മൾ വലിച്ചില്ലല്ലാതെ. ബേക്കറിയോ ബേക്കറി എടുത്തിട്ടാ ഇന്നൊക്കെ വേണം. എങ്ങോട്ടോടെ ആളല്ലല്ലോ ഈ സ്ഥലം. അറിയോ വല്ല നടക്കുവോ? എന്നോട് 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 ചടിക്കോ ചടിക്ക്. എക്സ്ക്യൂസ് മീ. അത് കുടിക്ക. എനിക്കറിയാം. ബാഹുബലി. അയ്യോ പോണില്ല. ഒരു അതൊക്കെ ശരിയാവും. നാളെ കെട്ടാൻ ഇങ്ങനെയല്ല സാർ. ആ എന്നാലും നിന്നില്ലേ നമ്മൾ അടുത്തായിട്ട്. അപ്പൊ നമ്മള് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടോ. ഇത് അടിപൊളി കാഴ്ചയായിട്ടോ. നമ്മൾ നോക്കി എത്ര അടിയിലെത്താല് ഫാമോ എന്തോടെ. ഓ പദം വന്നു കേസ്. ഇതുപോലെ ടാസ്ക് വരുമ്പോഴാണ് നമ്മളെ ബോഡിന്റെ വീക്കെൻഡ് നമുക്ക് മനസ്സിലാക്കുക. നമ്മളെ ലഞ്ച് എത്തിയിട്ട് കേട്ടോ. നല്ല ചിക്കൻ സൂപ്പാണ്. അച്ഛനൊന്നും പറ്റിയില്ല, ഷാണിന് പറ്റിയില്ല സൂപ്പ്. നമ്മള് ഓരൊക്കെ ഫസ്റ്റ് ടൈമാണ് സൂപ്പ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അതാണ് സംഭവം നല്ല രസമാണ്. അപ്പോൾ ഗൈസ് എന്തായാലും ഫുഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ഉച്ച ഫുഡ് ഉഷാറായിട്ടുണ്ട്. എല്ലാവരും നല്ല അടി കേട്ടോ. നല്ല നൈസ് ഫുഡാണ്. ഓക്കല്ലേ എങ്ങോട്ട് ഇതിലോ നമ്മള് കയാക്കിങ് അതേമാതിരി ബോട്ടിംഗ് ഒക്കെ പോവാട്ടോ. ഫുഡ് വെച്ചിട്ട് ആർക്കും എണീക്കാൻ വയ്യ. കാരണം വേണാല് ദിൽഷാനൊക്കെ തൂറിയിട്ട് കക്കൂസ് മണത്തിട്ട്
ഏതായാലും ഗൈസ് നല്ല നല്ല അടിപൊളി ഫുഡ് അല്ലേ, നൈസ് ഫുഡ് കിട്ടും. നല്ല നല്ല അത് മാത്രല്ല കേട്ടോ, ഓലെ സർവിങ് ഒക്കെ അടിപൊളിയാ. സർവീസ് നമുക്ക് നമ്മളോടുള്ള ഭയങ്കര ഒരു എന്താ പറയാ, എന്തായാലും അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഈ റിസോർട്ടിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെയില് നമ്പർ കൊടുക്കുക, വന്ന് റിഗ്രറ്റ് ചെയ്യൂല. അടിപൊളിയാണ് കേട്ടോ. ഓരോ ടൈമും എന്തായാലും 2 ദിവസം കൊണ്ട് നടന്ന് കാണാനുള്ള എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ കാട്ടിത്തരാം, നമ്മളെ കയാക്കിന്റെ സ്ഥലം കാട്ടിത്തരാം കേട്ടോ. വളാണ്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ബോട്ടിൽ കയറിയിട്ടു. ഫോൺ ആ എത്തൈ മാറൂ കയറി ഓള് എത്തിച്ച് പൊട്ടന്മാർ ബുട്ട. പിന്നെ ഓള് കയറത്തില്ലേ ഈ സാധനത്തെ കീറ. ഓപ്പോസിറ്റ് അങ്ങോട്ട് തിരിച്ച് എന്താണ് അവിടെ തൊഴിഞ്ഞിട്ടൊന്നും ആവണില്ല. ഇങ്ങോട്ട് തിരിച്ചേ ഇങ്ങോട്ടല്ലേ ചവിട്ടി ചവിട്ടിക്കോ. താൻ പണിയെടുക്കാതെ അങ്ങോട്ട് വലി. തിന്നതൊക്കെ നയിക്കട്ടെ. ഇത് കറക്കണില്ല. അതല്ല പറഞ്ഞിട്ടാ രാവിലെ ഞാൻ പിടിച്ചു വലിച്ചില്ല സൂചി ഉണ്ട് ടപ്പ് കുത്തു കൊണ്ടാന്ന് ഇന്നെ പിടിച്ച് വലിച്ചിട്ടാ പൊരുത്തില്ല. അതെ അതിന് 3 പണിയാവും കേട്ടോ, തലടിച്ചു.